എന്റെ പൊന്നെ സാചന ഒരു ബിഗ് ബോസ് ഹോസ്റ്റിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല സാറേ, സാറിന് എന്തെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടാ, അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. എൻ്റെ മോനെ, ആ സമയത്ത് എനിക്കൊരു റൊമാൻറ്റിഫിക്കേഷൻ വന്നു. അത് സാചന ചോദിച്ചോണ്ടല്ല, ഏത് കണ്ടസ്റ്റന്റ് ആയാലും ഈ ബിഗ് ബോസ് ഹോസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് തിരിച്ച് എൻ്റെ അടുത്ത് മാത്രം എന്തിനിങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്ന കണ്ടസ്റ്റൻസിനെ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. കാരണം അവര് ഇനി എന്തിന്റെ പേരിലായാലും ആ ധൈര്യം, ഒരു ഹോസ്റ്റിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അത് വേറെ ലെവലായിരിക്കും. ഹിന്ദിയിലെ ഹിനാഖാനൊക്കെ ചോദിക്കും, സൽമാൻ എന്തോന്ന് കാണിക്കുന്നത്, എൻ്റെ അടുത്ത് മാത്രമേ ചോദിക്കോളാ, താണ്ടെ ഇവര് എന്തോ പാർഷ്യാലിറ്റി, ഞാൻ എന്ത് ചെയ്ത്. അപ്പൊ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് സാചനയും ചോദിച്ചു. അപ്പൊ വിജയ് സേതുപതി ഫുൾ അന്നേരം ഒന്ന് ഓഫ് ആയെങ്കിലും നൈസായിട്ടങ്ങ് നിന്നു. പിന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 9:30 തുടങ്ങിയിട്ട് കറക്റ്റ് 12 മണിയായപ്പോഴാണ് ഈ സാധനം തീർന്നത്. 2.5 മണിക്കൂറത്തെ സാധനം. ഇത് എന്തുപാടെ, സിനിമയോ? ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ലോഞ്ച് പോലും ഈ അർദ്ധരാത്രി 12 മണി വരെ അവർ കൊണ്ട് വെക്കത്തില്ല. 11:30 ആകുമ്പോഴത്തേനും അവർ ഗ്രാൻഡ് ലോഞ്ചേ നിർത്തും. ഇത് 11:30 ആവുന്നു. ഞാൻ വിചാരിക്കുന്നു ഇപ്പം തീരും. എവിടെ തീരാൻ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എന്തൊക്കെ ടോപ്പിക്കാണെന്ന് സംസാരിച്ചത്? അരുൺ മഞ്ചരി ഇഷ്യൂ എപ്പിസോഡിന്റെ പകുതി. പിന്നെ സാജന, സത്യം പറഞ്ഞാൽ സാജനെ ചുട്ടരിച്ച് കൊന്നു വെച്ചെന്ന് എല്ലാ കാര്യം. അതായത് എനിക്ക് തോന്നുന്നത് സാജനെ പറയാവുന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞൊതുക്കിയെന്ന് എനിക്ക് തോന്നുന്നു. സാജനെ കുറച്ചൊക്കെ പറയണമായിരുന്നു, ഓക്കെ, പക്ഷെ ഇന്ന് ഓവറായിട്ട് പറഞ്ഞ് തൊലച്ച് തകർത്ത് തരിപ്പണമാക്കി വെച്ചോളുന്നത് എനിക്ക് തോന്നുന്നത് അത്രയും പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കുറച്ചൊക്കെ ആവശ്യമായിരുന്നു, പറയണമായിരുന്നു. ഇത് ഇത്തിരി ഭയങ്കര കൂടിപ്പോയി. സാജനെ പറഞ്ഞത് ഭയങ്കര കൂടിപ്പോയി. മഞ്ചരിയൊക്കെ ആണെങ്കിൽ ഒരു മീഡിയത്തിലേ പറഞ്ഞുള്ളൂ, പക്ഷെ സാജനെ ഭയങ്കര കൂടിപ്പോയി. പിന്നെ മഞ്ചരി ദീപക് ഇഷ്യൂ സംസാരിച്ചു. ദീപകിന്റെ ക്യാപ്റ്റൻസിയിൽ തുടങ്ങി അവസാനം വേറെ എവിടെയൊക്കെയോ ചെന്ന് എത്തി. പിന്നീട് നമ്മളെ മതില് മാറ്റിയതിന് ശേഷം എങ്ങനെയുണ്ട് വീട്ടുകാരുടെ അപ്രോച്ച്, ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഇനി പറയാൻ പോകുന്നത് എപ്പിസോഡും എൻ്റെ റിവ്യൂ മാത്രം കണ്ട ആൾക്കാരോടാണ്. ഓരോ ദിവസം വരുന്ന 1 മണിക്കൂറുള്ള എപ്പിസോഡും എൻ്റെ റിവ്യൂ മാത്രം കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമുക്ക് മനസ്സിലാവാത്ത കുറേ ടോപ്പിക്ക് അതിനകത്ത് സംസാരിച്ചു. ഞാൻ ഇങ്ങനെ വായുമ്പോളം നിരുന്നു, ഇതൊക്കെ ഏത് ടോപ്പിക്, എന്തോ സാധന ബൗൾ എടുത്തുകൊണ്ട് പോയെന്നോ, ആനന്ദി ഒരു ബൗൾ ഇവിടെ കൊണ്ടുവന്നെന്നോ ബൗൾ. അപ്പം ഇതേ ടോപ്പിക്ക് നമ്മൾ ഞാൻ ആലോചിക്കണേ, ഇതേത് ടോപ്പിക്ക്, ഇതൊക്കെ എന്ത് സംഭവം? അപ്പൊ എപ്പിസോഡിന് മെയിൻ സാധനങ്ങൾ പോലും വരുന്നില്ല. പിന്നെ ഇന്ന് അരുണിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിനെ എടുത്തു വെച്ച് ഭയങ്കര ആഘോഷം. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നല്ല പോലെ അരുണിന്റെ അടുത്ത് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുമുണ്ട്. അരുൺ ടോപ്പ് 5 എത്താൻ സാധ്യതയുണ്ട്. കാരണം നല്ല പാർഷ്യാലിറ്റി ഇന്ന് അരുണിന്റെ അടുത്ത് അത് കാണിച്ചു ബിഗ് ബോസ്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മൾ എന്താണോ ഈ വീക്ക് ഡേയ്സിൽ കണ്ടോണ്ടിരുന്നത് അത് തന്നെയാണ് ഈ വീക്കെൻഡിലും കാണിച്ചത്. അരുണിന്റെയും മഞ്ജരിയുടെയും പ്രശ്നം അതുപോലെ തന്നെ എന്താ നടന്നതെന്ന് അവർ പറയുന്നു. ദീപകിന്റെ മഞ്ജരിയുടെയും പ്രശ്നം അവർ പറയുന്നു. സാജനയുടെ പ്രശ്നം അവർ പറയുന്നു. ഇവിടെ ഒരു ഡിസിഷനും ഇല്ല, ഒരു തീരുമാനവും ഇല്ല, ഒരു പുല്ലും ഇല്ല, മണ്ണാങ്കട്ടയിലോ ഒലക്കെ ഇല്ല. ഹോസ്റ്റ് ആണെങ്കിൽ പഴം മുണുങ്ങി കണക്ക് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. ആവശ്യമില്ലാത്ത കുറേ കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. 10:45 വരെ, 9:30 തുടങ്ങി 10:45 വരെ അനാവശ്യ സംസാരമായിരുന്നു. എന്നിട്ട് തുടങ്ങിയത് ഇത്രയല്ല. എന്ത് കോപ്പിനിടെ ഈ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം, 56 ദിവസമൊക്കെ തന്നെ ഫയർ ആക്കാൻ വേണ്ടി ഹോസ്റ്റ് ചെയ്ത വേലയൊക്കെ തന്നെ. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ പറഞ്ഞ റയാൻ റാണ ഇഷ്യൂ ആണെങ്കിൽ സംസാരിച്ചിട്ടുമില്ല. അതൊക്കെ ഇനിയിപ്പോൾ നാളത്തെ കണ്ടന്റ് ആക്കാൻ വെച്ചിരിക്കുന്ന സാധനമായിരിക്കും. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 55 നവംബർ 30 ഫുൾ എപ്പിസോഡ് വീക്കെൻഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു എൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം എൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ഞാൻ പടപടാ പറഞ്ഞു പോകണം, കാരണം അത്രയ്ക്കുന്ന സംഭവങ്ങളുണ്ട്. ആദ്യം ഫ്രൈഡേ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ജാക്ലിൻ, റയാൻ, സൗന്ദര്യ പുറത്തിരിക്കുകയാണ് രാത്രി. അപ്പം ജാക്ലിൻ പറയാണ്, എടാ ജെഫ്രിയുടെ സ്വഭാവത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടാ. നമ്മുടെ സാചനയ്ക്ക് ഈ പറഞ്ഞ ജെഫ്രി എന്തായാലും അടുത്ത ആഴ്ച ജെഫ്രിക്ക് ഇപ്പം നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടി. അപ്പം സാചനയ്ക്ക് ഈ പറയുന്ന സാധനം വിട്ടുകൊടുത്താലോ എന്നൊരു ഐഡിയയിലേക്ക് നമുക്ക് അവനെ കൊണ്ടുവന്നാലോ, അപ്പോൾ അവളെ സേവ് ആവൂലേ എന്നുള്ള ലെവലിലുള്ള ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും അങ്ങനെയല്ല പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് ദീപക്, സൗന്ദര്യ, ജെഫ്രി, രഞ്ജിത്ത് ഇരിക്കുമ്പോൾ അരുണും മുത്തും കൂടെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അരുൺ പേഴ്സണലി ഹേർട്ടായ കാര്യം പറയുന്നു. കഴിഞ്ഞ സീസണിൽ അർച്ചനയുടെ കേസ് പറഞ്ഞതിന്. കുറച്ച് കഴിഞ്ഞ് വിശാലും റാണവും കൂടെ ഇരിക്കുന്നു. വിശാൽ പറയുന്നുണ്ട്, അല്ല പിറ്റേന്ന് രാവിലെ വിശാൽ പറയുന്നുണ്ട്,
ഞാനിവിടെ ഫ്രണ്ട്ഷിപ്പും ലവ് ഒന്നും കളിക്കാൻ വന്നതല്ല, അതിനുള്ള സ്ഥലമല്ല അത്. പിന്നെ ഞാനിവിടെ ചെയ്യുന്നതൊക്കെ ക്യൂട്ടാണ്. ഞാൻ തർഷയും ഇതുവരെ നമ്മൾ പരസ്പരം ലവ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ എന്താ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു പടമൊക്കെ ചെയ്യാൻ അവസരം കിട്ടും. കാരണം ഞാനത് നായകനൊക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ. പിന്നെ നമ്മളെക്കുറിച്ച് എല്ലാവരും ഈ വീട്ടിൽ സംസാരിക്കുന്നു, എല്ലാവരും സംസാരിക്കുന്നു, അതൊക്കെ തന്നെയല്ലേ വലിയ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഈ വിശാൽ എന്ന് പറഞ്ഞാൽ അട്ടർ ഫേക്കാണ്. എനിക്ക് കണ്ടപ്പോൾ ഒരു അടി പറ്റിച്ച് വിട്ടു കൊടുക്കാൻ തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ഇന്നമാതിരി അളവുക്കൊക്കെ ഫേക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഭയങ്കര ഫേക്ക് ആണ്. അതിൽ തുറന്ന് പറയുന്നുണ്ട് ഞാൻ കാണിക്കുന്ന ഫേക്ക് ആണെന്ന്. പാവ തർഷിക നല്ല രീതിക്ക് കളിച്ചു വന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ തകർത്ത് കളഞ്ഞു, ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു. നല്ല പോയിന്റ്സ് ഒക്കെ പറയുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ വിശാലിന്റെ ഫേക്ക് തരം കാരണമാണ് ആ കുട്ടി. കാരണം എനിക്ക് അടി പറ്റിച്ച് വിട്ടു കൊടുക്കാനുള്ള അത്രയ്ക്കും കലിയാണ് വിശാലിന്റെ തോന്നിയത്. കാരണം മര്യാദയ്ക്ക് കളിച്ചുകൂടെ? ഫ്രണ്ട്ഷിപ്പ് കളിക്കാനോ ലവ് കളിക്കാനോ അല്ല വന്നെങ്കിൽ വിശാലിന്റെ ഒരു സ്റ്റൈലുണ്ട് പറയുന്നത്. ഇപ്പൊ വിജയ് സേതുപതി എടുത്ത് വിശാലിനെ പൊക്കാറൊന്നും ഇല്ല വീക്കെൻഡിൽ, മതിയായി. പിന്നീട് അതിനുശേഷം റാണവും മഞ്ജരിയും കൂടെ റാണവിനും മഞ്ജരിക്കും കൊടുത്തുന്ന പാവ ടാസ്ക് എൻഡ് ആക്കുന്നു. ദീപക്കും മുത്തുങ്ങളായിട്ടുള്ള ഒരു സോൾവിങ് ഇഷ്യൂലേക്ക് ദീപക്ക് കൊണ്ടുവരുന്നു. അപ്പം മുത്തു പറയുന്നു ഞാൻ അത് അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്, സീസൺ 7 6 ഒക്കെ സംസാരിച്ച് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എന്താണ് കഴിഞ്ഞ സീസണിലും അങ്ങനെയല്ലേ ജയിച്ചത് എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നു. ഓക്കെ, അതെല്ലാം പറഞ്ഞ് സോൾവ് ആക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ദെൻ അരുണിന്റെ ബർത്ത്ഡേ ആണ്, കേക്ക് വരുന്നു, അർച്ചന എഴുതുന്ന ലെറ്റർ വരുന്നു. സീസൺ 7 അർച്ചന വിന്നർ അർച്ചന എഴുതുന്ന ലെറ്റർ വരുന്നു. അതൊക്കെ വായിച്ചിട്ടുള്ള ബ്ലഷ്, വീട്ടുകാരുടെ ബർത്ത്ഡേ ആഘോഷം ഒക്കെ പൊളിക്കുന്നു. ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നു? രാത്രി വീണ്ടും ആ വിഷയമെല്ലാം തീർന്നിട്ട് പിന്നീട് ഇതാണ് വരുന്നത്. ജെഫ്രി, സൗന്ദര്യ, റയാൻ, ജാക്കിൽ ഇവിടെ ഇരുന്ന് രാത്രി സംസാരിക്കുകയാണ്. അപ്പോൾ ജെഫ്രി പറയാണ് ജെഫ്രി അടുത്ത് മറ്റേ ഈ പറയുന്ന ഇവളെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി മനഃപൂർവ്വം തോറ്റു കൊടുക്കുക എന്നുള്ള ഒരു ലെവലിലാണ് ജാക്കിലിനും സൗന്ദര്യമൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേക്കും ഈ പറയുന്ന ജെഫ്രി പറഞ്ഞാൽ എനിക്ക് ക്യാപ്റ്റൻസി വേണം, എനിക്ക് ക്യാപ്റ്റൻസി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പിന്നെ എൻ്റെ നോമിനേഷൻ ഫ്രീ കാർഡ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, പക്ഷെ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അടുത്ത വിജയ് സേതുപതി സ്ക്രീനിൽ വരുന്നു, ഹാപ്പി ബർത്ത്ഡേ അരുൺ. അപ്പം അരുൺ ഇങ്ങനെ കുമ്പിടുന്നു. ഇപ്പം ഇതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കുമ്പിടുന്നതിന് എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം 5 സ്റ്റാർ വരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ സ്നേഹമുള്ളവരെ മച്ച എന്ന് വിളിച്ചുകൊണ്ട് കൊടുക്കൂ, അല്ല ബഹുമാനമുള്ളവരെ സാറെന്ന് വിളിച്ചുകൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അരുണിന് ബർത്ത്ഡേ സ്വീറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്ത് എല്ലാവർക്കും കൊടുത്തപ്പോൾ അത് തന്നെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പരസ്യം ഫുള്ള് ഈ അരുണിന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു 2 യു 3 എന്ന് പറയും. അപ്പോൾ എനിക്ക് അപ്പം തന്നെ തോന്നിയ സാധനമാണ് ഭയങ്കര ബിഗ് ബോസ് പാർഷ്യാലിറ്റി ഇങ്ങനെയൊന്നും കാണിക്കരുത് ആരെടുത്തും. ഭയങ്കര പാർഷ്യാലിറ്റി ആയി പോകുന്നു ഈ സാധനം അരുണിന്റെ കാണിച്ചത്. അത് നമുക്ക് തെളിവായിട്ട് തമിഴിൽ പറഞ്ഞു കറക്റ്റ് വ്യക്തമായിട്ടത് മനസ്സിലാവുന്നുമുണ്ട്. തെളിവാ തരികയോ എന്താ സാധനം. അതിനുശേഷം വിജയ് സേതുപതി ചോദിക്കുന്നത് ഈ പുതിയ കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. ദീപക് പറയുന്നു കളി മാറി, പുതിയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രൂപ്പ് അല്ലല്ലോ, കളി മാറി, എല്ലാവരും നല്ല ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വിശാൽ പറയണം ഫസ്റ്റ് വീക്കത്തെ പോലെ ആയി ഇപ്പോഴും പുതിയതുപോലെ. ആനന്ദി പറയുകയാണ് ഇപ്പോൾ ഒരു തടസ്സവും ഇല്ല, നമുക്ക് സൂപ്പറായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. റാണോ പറയാണ് 2 ടീമായിരുന്നു ബോയ്സും ഗേൾസും, ഇപ്പോൾ ഒത്തിരി ടീമായി. പവിത്ര പറയാണ് ഫ്രീഡം കിട്ടി, റൂൾസ് ഇല്ല, പിന്നെ ടീമിൽ നിന്നുള്ള ഐഡിയാസ് ഒക്കെ പലർക്കും മാറി, സ്വന്തമായിട്ട് പലരുടെയും സ്ട്രാറ്റജീസ് കാണാൻ തുടങ്ങി. അപ്പം മുത്ത് പറയാണ് 7 സീസണിൽ നിന്ന് 8ാമത്തെ വീക്കിൽ വന്നപ്പോൾ ഈ 8ാമത്തെ വീക്കിൽ ഒരു ഹോസ്റ്റൽ ടാസ്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ആരും ഒളിക്കാൻ പറ്റുന്നില്ല, ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് കളിക്കുന്നുണ്ട്. വിജയ് സേതുപതി പറയാണ് ഇവിടെ ഫ്രണ്ടായിട്ട് ഇപ്പം ഈ 50 ദിവസം ഇവിടെ ഫ്രണ്ടായിട്ട് നിന്നിട്ട് ഇപ്പോൾ എനിമി ആയത് ആരുണ്ട്, എനിമി ആയിട്ട് നിന്നിട്ട് കോർട്ട് മാറി ഇപ്പോൾ ഫ്രണ്ട് ആയിട്ടുള്ളത് ആരുണ്ട്. അപ്പം ഓരോരുത്തരുടെ പേര് പറയാണ്. അത് ഞാൻ എടുത്ത് പറയുന്നില്ല ആ കേസ്. അതായത് മെയിനായിട്ട് ജാക്കിലിനും ഞാനും എനിമി ആയിരുന്നു എന്ന് സത്യ പറയുന്നു, നമ്മളിപ്പോൾ ഫ്രണ്ട്സായി. വിശാലും ജാക്കിലിനും ഫ്രണ്ട്സ് ആയിരുന്നു, അവർ എനിമി ആയെന്ന് പറയുന്നു. റയാൻ പറയുന്നു അരുണും മുത്തു ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോൾ ഇഷ്യൂ ആയി. പിന്നെ സാജന പറയുന്നു പവിത്രയും തർഷിക ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പൊ കാണാനേ ഇല്ല. രഞ്ജിത്ത് പറയുന്നു ഫ്രണ്ടിൽ നിന്ന് ഇപ്പം തനിയെ പലരും പിരിഞ്ഞു പോകുന്നുണ്ട്, തീരാ പകയാണ് പലർക്കും, മുത്തു ആയാലും അരുണായാലും മഞ്ജരി ആയാലും അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ശിവ പറയുന്നുണ്ട് മുത്തുവും അരുണും എനിമിറ്റി ആയി, ദീപക്കും സാജനയും ക്യൂട്ട് ഫ്രണ്ട്സ് ആയി. അൻഷിത പറയുന്നു മുത്തുവും അരുണും ഇപ്പൊ ഭയങ്കര ഉടക്കായി. ജാക്കലിൻ വിശാല് ഉടക്കാണ്, ദീപക് ആനന്ദി ഒന്ന് ഓക്കെ ആയി, ഞാനും തർഷികയും ചെറുതായിട്ടൊന്ന് പൊട്ടി എന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. അപ്പോൾ സൗന്ദര്യ ഞാനും ദീപക്കും ആയിട്ടുള്ള ഒരു ചെറിയൊരു എനിമിറ്റി ഫ്രണ്ടായിട്ട് മാറി, ജെഫ്രിയും സാജനയും ഫ്രണ്ട്സായിട്ട് മാറി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷമാണ് വിജയ് സേതുപതി പറയുന്നത് എല്ലാ ദിവസവും അരുൺ അവിടെ ആ കസേരയിലിരിക്കും, സാജന ഇവിടെ ഇരിക്കും, രഞ്ജിത്ത് അവിടെ ഇരിക്കും, സത്യ എവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഷഫിൾ ചെയ്യുന്നു. അവരിയ്ക്കുന്ന പൊസിഷൻ തന്നെ ഷഫിൾ ചെയ്യുന്നു. അനാവശ്യ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച തന്ന സാധനം കാണിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കായിരുന്നു. ഇത് എക്സ്പീരിയൻസ് ചോദിക്കുക, എനിമിറ്റി ആര് ഫ്രണ്ട്സ്, ഇയാൾക്ക് വേറെ ഒരു പണിയും ഇല്ലേ എന്ത്, ഇയാൾക്ക് വല്ല കപ്പലണ്ടിയും കൊടുത്ത് അവിടെ തീറ്റിക്കാതിരുത്തണം. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ദേഷ്യം തന്നൊരു വീക്കെൻഡാണ് ഇന്നത്തത്. കാരണം ഇയാൾക്ക് എന്താ ഇയാൾ കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആളുകൾ വന്നപ്പോൾ കമന്റ് ചെയ്യുമായിരിക്കും, വിജയ് സേതുപതിയുടെ ഫാൻസ് സ്വന്തം ഫാൻസ് ഒക്കെ വരുമായിരിക്കും. എനിക്കിങ്ങനെ ഇയാൾ എന്തൊക്കെ കാണിക്കുന്നത് അവിടെ കിടന്നിട്ട്, എനിക്ക് ചിരിയാണ് വന്നത് അവിടെ ഓരോന്ന് കാണിച്ചപ്പോൾ.
ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കേസൊക്കെ ചോദിക്കേണ്ടത്. അതിനുശേഷം എന്ത് മാറ്റമാണ് വന്നതെന്ന് വീണ്ടും എന്ത് മാറ്റമാണ് ഇവിടെ വന്നത്. അപ്പോൾ സത്യം പറയുന്നു എവിടെയും ഇപ്പോൾ പ്രോബ്ലം ഇല്ല, നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത് രഞ്ജിത്ത് ഇവിടെ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും പലരുടെയും അഭിപ്രായത്തിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, ഇപ്പോൾ ഓക്കെ ആവുന്നു. റാണോ പറയുന്നു ഇവിടെ തോറ്റു കഴിഞ്ഞാൽ പലരും റിയലൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു മുൻപ്, ഇപ്പോൾ സെൽഫ് റിയലൈസ് ആണ് എന്നെല്ലാം പറഞ്ഞ് ഇത്രയും ഈ 9:30 തുടങ്ങി ഒരു 10:30 വരെ ഈ സാധനമാണ് തീരുന്നു. ഒരുവിധം കിന്നാരം പറച്ചിൽ, വിജയ് സേതുപതിയുടെ കിന്നാരം പറച്ചിൽ തീരുന്നു. ദെൻ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. മുത്തു പറയാണ് സൂപ്പറായിരുന്നു, ഹോസ്റ്റലായിരുന്നു, കുറച്ചൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, എന്നാൽ കുറച്ച് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. വിജയ് സേതുപതി എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കയറി പിടിക്കുന്നു. അപ്പോൾ ആനന്ദിനെ ചോദിക്കുമ്പോൾ ആനന്ദി പറയുന്നത് ഫസ്റ്റ് മിലിറ്ററി പോലെ ആയിരുന്നു, ദീപക് വിചാരിച്ചതുപോലെ അടിപൊളിയായിരുന്നു, ചില കാര്യങ്ങൾ മാത്രം ഓക്കെ അല്ല. റാണോ പറയുന്നു റൂൾസ് ഒക്കെ കൊണ്ടുവന്നു, പുതിയതൊക്കെ സൂപ്പറായിരുന്നു, പകൽ നമ്മളെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. അപ്പോൾ അടുത്ത് പവിത്ര 60-40 റേഷ്യോ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് 60+, 40- ആണ്. ഫ്രിഡ്ജിൻ്റെ ഇഷ്യൂ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പവിത്ര, ഫ്രിഡ്ജിൻ്റെ ഇഷ്യൂ നടന്നത്. അപ്പോൾ അടുത്ത് സത്യ പറയുന്നു ഇവിടെ എന്താ പറയുക, ഓരോരുത്തർ കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു, പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. ജാക്കിലിൻ പറയുന്നു ദീപക്കണ്ണന് ഞാനായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി, നമ്മൾ ബെസ്റ്റായി. പിന്നെ ദീപക്കം സൗന്ദര്യ സൂപ്പറായി. വിശാൽ പറയുന്നത് സൂപ്പറാണ്, 100% കൊടുക്കുന്നു. സാജന ഇനിയാണ് എൻ്റെ പൊന്നെ ഇവിടുത്തെ കളി തുടങ്ങുന്നത്. സാജന പറയുന്നു 70-30 ആണ് ഞാൻ പറയുന്നത്, 70 നല്ലതും 30 പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ വിജയ് സേതുപതി എന്ത് 70-30, എന്ത് പ്രോബ്ലം, എന്താണ് പ്രോബ്ലം എന്നൊക്കെ ചോദിച്ചോണ്ട് സാജന അപ്പം തന്നെ ഡൗൺ ആക്കുന്നുണ്ട്. സാജന നല്ല ഡൗണും ആവുന്നുണ്ട്. ഇത് ആക്ച്വലി എപ്പിസോഡിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് വിജയ് സേതുപതി ചോദിക്കുന്നത്. ഇത് എപ്പിസോഡും റിവ്യൂ മാത്രം കാണുന്ന നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലാവത്തില്ല. കാരണം ലൈവ് കണ്ടവർക്ക് മാത്രമേ ഈ സാധനം അറിയാവൂ. കാരണം ഇത് എപ്പിസോഡിലില്ല, പ്ലസ്സിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ബൗളിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ വിജയ് സേതുപതി പറയാണ് എൻ്റെ പൊന്ന് സാജന ഈ വീട്ടിൽ കിടന്ന് അലക്കുന്ന 24/7 നമ്മൾ കാണുന്നതിന് പലപ്പോഴും ലാഗ് ആവുന്നത് കുറച്ചുകൂടി ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കൂ, ആവശ്യമില്ലാതെ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ സാജന പറയുന്നത് ദീപക് ഡോമിനൻ്റ് ആയിരുന്നു. എന്നിട്ട് സാജന ഒരുമാതിരി ആവുന്നു. സാജന ഇത്രയും വിജയ് സേതുപതി ഇപ്പം ഇങ്ങനെയൊക്കെ പറയും 24/7 ലാഗ് ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ സാജന ഒരുമാതിരി അങ്ങ് ആവുന്നു. അപ്പം എന്നെ മൈക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഫീലായി. പിന്നെ എങ്ങനെയാണ് നിൻ്റെ അടുത്ത് മൈക്ക് മാറ്റാൻ പറയേണ്ടത്, അത് മൈക്ക് മാറ്റൂ സാജന എന്ന് പറഞ്ഞുകൂടായിരുന്നു. വിജയ് സേതുപതി വീണ്ടും കളിയാക്കുന്നു, സാജനയെ കളിയാക്കുന്നു. അപ്പം ദീപക്, ആനന്ദി, മുത്തു ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വീണ്ടും ഓരോരുത്തർ അഭിപ്രായം പറയുന്നു. അപ്പോൾ വിജയ് സേതുപതി പറയുന്നു ഇവിടെ പാർഷ്വാലിറ്റി ഇവിടെ ഉണ്ടോ, പലരെയും സംസാരിക്കാനായിട്ട് ദീപക് വിട്ടില്ലല്ലോ, പൂ കട്ട് ചെയ്തതിന്റെ കാരണം എന്താണ് സാജന പറയുന്നു പൊതുവായിട്ടിരിക്കുമ്പോൾ ലിസണിങ് സ്കില്ല് ക്യാപ്റ്റൻ ഇല്ല. പിന്നെ മുത്തുവിന്റെ കേസായാലും ആനന്ദിയുടെ കേസായാലും എനിക്ക് ഇയാൾ ഒരു ഇത് കൊടുക്കുന്ന പോലെ തോന്നിയില്ല. പിന്നെ അരുണും തർഷിക്ക് ഫീലായി അവിടെ കിച്ചണിൽ നിന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രഷറൊക്കെ കൊടുത്ത് അവർക്ക് ഫീലായി. അപ്പം അരുൺ തർഷി അയ്യോ നമുക്ക് അങ്ങനെ ഒന്നുമേ ഫീലായില്ല. വീണ്ടും വിജയ് സേതുപതി എടുത്ത് സാജനെ അലക്കുന്നു. പിന്നെയാണ് ഒരു ബൗൾ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആക്ച്വലി എന്താണെന്ന് എനിക്ക് പിടി കിട്ടിയില്ല, കാരണം ആ ഇൻസിഡൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആഹാരം കോരിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ബൗള് ആനന്ദി ഒന്ന് കോമൺ ബൗള് കറി എടുക്കാനായിട്ടൊരു ബൗള് ആനന്ദിക്കും സാജനയ്ക്കും കൂടെ കൊടുത്തു വിട്ടു. അപ്പോൾ കൊടുത്തു വിട്ടപ്പോഴത്തേക്കും ഇതിനകത്ത് ബാക്കി വന്ന കറി സാജനയ്ക്കുള്ളതാണ്. അപ്പോൾ സാജനയ്ക്ക് ഒരു എക്സ്ട്രാ ബൗൾ കൊടുത്തു വിട്ടു. അപ്പോൾ ഇതിനകത്ത് എന്തോ കഴിവില്ല, ഒരാൾക്കുള്ളത് കഴുകാൻ വേണ്ടിയിട്ട് ദീപക് പറഞ്ഞു. അപ്പം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, എന്തായാലും കഴുകാൻ പോകുന്നത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതിനെ കമാൻഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എൻ്റെ അടുത്ത് മാത്രം പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെയാണ് സാജന പറയുന്നത്. എന്താണ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എപ്പിസോഡിൽ ഈ സാധനം ഇല്ല. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ആനന്ദി പറഞ്ഞു എൻ്റെ ബൗൾ ഞാൻ കഴുകി. അപ്പോൾ സാജന 2 ബൗൾ ഉണ്ടായിരുന്നു. അപ്പോൾ അരുൺ ബാക്കി ഇത് എന്ത് ടോപ്പിക്കാണെന്ന് എനിക്കറിയില്ലേ, ഞാൻ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരുൺ പറയണേ ബാക്കിയുള്ളത് സാജനയ്ക്ക് എല്ലാ ബൗളിലും ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളത് കൊടുത്തു, എന്നിട്ട് ബാക്കി വന്നത് സാജനയ്ക്ക് ഉള്ളതായിരുന്നു, അത് അവർക്കും കൊടുത്തു. അപ്പോൾ സാജന പറയണേ അപ്പം വിജയ് സേതുപതി എന്താണ് സാജന നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ അവനിയാൾ തന്നു, ഇവിടുത്തെ ബൗൾ തന്നു, നിങ്ങൾ ഏത് ടീമിലാണ്? ഞാൻ വെസൽ ടീമിലാണ്. എന്താണ് സാജന എന്നൊക്കെ ചോദിക്കുമ്പോൾ സാജന എടുത്ത വയലെ സാറിന് എൻ്റെ മേലെ എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്ക് അതുപോലെയാണ് തോന്നുന്നത് സാറിൻ്റെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ. എൻ്റെ പോലെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. വിജയ് സേതുപതി ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് എന്താ എൻ്റെ അടുത്ത് ദേഷ്യം എന്ന് വിജയ് സേതുപതി ഓൺ ദ സ്പോട്ട് ചോദിക്കും. പക്ഷെ വിജയ് സേതുപതി ആ അവസ്ഥയിലായ പോലെയായിരുന്നു വിജയ് സേതുപതിയുടെ നിൽപ്പ് സാജന ചോദിച്ചപ്പോൾ. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ഇപ്പൊ ഹിന്ദിയിലെ ഹീനാക്കാനൊക്കെ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷെ തമിഴിൽ സാജന ചോദിച്ചത് സാജനയും ഈ പറയുന്ന വിജയ് സേതുപതിയുടെ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടായിട്ട് ഭയങ്കര ഇന്റിമേറ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ബന്ധവും കൂടെ വെച്ചിട്ടായിരിക്കാം സാജന അങ്ങനെ ചോദിച്ചത്, എന്താ സാറിൻ്റെ അടുത്തുള്ള ദേഷ്യമാണ്. അപ്പൊ ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അതിന്റെ പുറത്ത് ചോദിച്ചുകൊണ്ടായിരിക്കാം വിജയ് സേതുപതി ഒന്നും മിണ്ടാത്തെന്ന് എനിക്ക് തോന്നിപ്പോയി, അല്ലെങ്കിൽ നല്ലത് കൊടുത്തു വിട്ടേനെ. സാജന പക്ക പ്യുവർലി ചോദിച്ചാണ് പാർഷ്വാലിറ്റി ഉണ്ടോ, പാർഷ്വാലിറ്റി ആണോ ഹോസ്റ്റ് കാണിക്കുന്നതെന്ന് പക്ക ചോദിച്ചാണ്. എന്നിട്ട്
ഇവർ ഓരോരുത്തരുടെ പ്രഷർ അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ട് ക്യാപ്റ്റൻ ശരിയല്ല. അപ്പോൾ ജാക്ലിൻ തർഷിക പറയുന്നു നമുക്കൊരു പ്രഷറും ഇല്ലായിരുന്നു ഇവിടെ കിച്ചണിൽ നിൽക്കാൻ. അപ്പോൾ ജാക്ലിൻ പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അപ്പം ജാക്ലിനും തർഷികയും കൂടി ഫുഡ് നാളെ നീ ഉണ്ടാക്കും, ഇന്ന് ഞാൻ ഉണ്ടാക്കും, പ്ലീസ് ഡി നീ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് സാജന പറയുമ്പോൾ ജാക്ലിൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് ആ ഡിഷ് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇവരെടുത്ത് അന്ന് രാത്രി നീ ചെയ്യും, നാളത്തെ മൊത്തം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ സാജന പറഞ്ഞു ഞാൻ കണ്ടത് വെച്ച് ഇവർ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ പ്രശ്നമായത് എന്നല്ല. സാജന പറയുന്നത് ഈ ബൗളാണ് വിഷയം, ബൗളാണ് വിഷയം. ഇത് എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. വിജയ് സേതുപതി കേട്ട് സാധനം എടുത്തിട്ട് അലക്കി ഒരുവിധ ബ്രേക്ക് പറഞ്ഞ് പോകുന്നു. അപ്പൊ ദീപക് സാജന എടുത്ത് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായ സാറ് വന്ന് പറഞ്ഞു കേട്ടല്ല, ഇനിയെങ്കിലും ഇവിടെ നേരെ വല്ലോ ചെയ്യാൻ നോക്ക്. അപ്പോഴത്തേക്കും ആനന്ദി പറയണേ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്, അവർ പ്രഷർ അനുഭവിക്കുമ്പോഴാണ് എനിക്കും തോന്നിയത്. അപ്പൊ മുത്തുവും സാജനയോട് സംസാരിക്കുന്നു. അപ്പൊ സാജന പറയണേ എന്നോട് ദേഷ്യമുണ്ടോ ഹോസ്റ്റിന്, എന്തെങ്കിലും ദേഷ്യം എൻ്റെ അടുത്തുണ്ടോ? മുത്തു പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും പറയാനുള്ള കാര്യം ഹോസ്റ്റ് പറയുന്നുണ്ട്. ബ്രേക്ക് കഴിഞ്ഞു എന്ന് വിജയ് സേതുപതി ഫസ്റ്റ് ആ കാര്യമാണ് പറയുന്നത്. സാജന എനിക്ക് നിന്റെ അടുത്ത് ഞാൻ ദേഷ്യം കാണിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ്? ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം നീ അത് ചിന്തിക്ക്. എല്ലാവരും എനിക്കിവിടെ സെയിമാണ്, എനിക്ക് ആരുടെ ഒരു പാർഷ്യാലിറ്റി ഇല്ല. അത് അഥവാ എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് കാണിക്കാനുള്ള സ്ഥലം ഇതല്ല. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ട്രോഫി ജയിക്കുന്നതിനേക്കാളും എത്രയോ മുകളിലാണ് നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഉള്ളിലാണ് ബിഗ് ബോസ് ഉള്ളത് എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് മഞ്ചരി ഇഷ്യൂലോട്ട് വരുന്നത്. ഒരുവിധ സാജന ഒന്ന് അടങ്ങുന്നു, പക്ഷെ വീണ്ടും സാജനയെ പൊക്കുന്നുണ്ട്. മഞ്ചരി വിഷയത്തിലേക്ക് വരുന്നു. അപ്പം ഞാനും അരുണായിട്ടുള്ള ടോസ്റ്റ് ഇഷ്യൂ ആണ് അവിടെ. അത് ആദ്യം ഞാൻ അവിടെ ടോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി, അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ടോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തർഷിക പറയുന്നത് കേട്ടു. അപ്പം തർഷിക പിന്നീട് സൗന്ദര്യം വിളിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം അരുൺ വന്നിട്ട് എക്സ്ട്രാ ബ്രെഡ് ഇപ്പം ഞാൻ കൊടുത്തതായോ തെറ്റ് എന്ന് എല്ലാവരുടെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ അരുണടുത്ത് എന്താ അരുൺ അങ്ങനെ ചോദിച്ചത്, നിന്റെ ദാഷ്ട്രണ്യാണോ എന്നുള്ള ലെവലിലാണ് ഞാൻ എൻ്റെ സംസാരിച്ചത്. അപ്പോൾ വേണ്ട എൻ്റെ സംസാരിക്കേണ്ട പോവെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ എന്നെ വിരട്ടി വിട്ടു എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും വയ്യ കേട്ടോ, എനിക്കിതാ തുമ്മലും ജലദോഷവും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരുൺ സാർ അങ്ങനെയല്ല, മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ താമസിച്ചു. അപ്പോൾ എക്സ്ട്രാ ബ്രെഡ് എല്ലാവർക്കും ടോസ്റ്റ് ചെയ്ത ബ്രെഡ് കൊടുത്തു. അപ്പോൾ ചിലർക്ക് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് രണ്ടാമത്തെ എല്ലാവർക്കും എക്സ്ട്രാ ബ്രെഡ് വീണ്ടും ഞാൻ ജാക്ലിനെ ചോദിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഉച്ചത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും എല്ലാവരും വന്നിട്ട് ടോസ്റ്റ് ചെയ്ത് തരോ എന്ന് എക്സ്ട്രാ ബ്രെഡ് ചോദിച്ചപ്പോൾ ടോസ്റ്റ് ചെയ്ത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ചിലർക്ക് ബട്ടർ വേണമെന്ന് പറഞ്ഞു, വീണ്ടും ചിലർക്ക് ടോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മഞ്ചരി അങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജാക്ലിൻ ആദ്യം മഞ്ചരി വന്ന് ടോസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പം എക്സ്ട്രാ കൊടുത്ത ബ്രെഡ് ടോസ്റ്റ് ചെയ്യൂല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ വിജയ് സേതുപതി വിശാൽ എന്തോ കമന്റ് അവിടെ അടിച്ചല്ലോ, എന്താ വിശാൽ? അപ്പോൾ വിശാൽ പറഞ്ഞത് ആദ്യം റാണവിൻ്റെ അടുത്ത് ഈ പറയുന്ന ജാക്ലിൻ ചോദിക്കുന്നു നിനക്ക് ടോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ടോസ്റ്റ് ചെയ്തോളാം എന്ന് റാണോ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നീ വന്ന് ടോസ്റ്റ് ചെയ്യും, നീ മൊത്തം പണി ചെയ്തോളാം എന്നും ജാക്ലിൻ പറഞ്ഞു എന്നുണ്ട്. അപ്പം ജാക്ലിൻ പറയാണ് ഓൾറെഡി ഇവിടെ വിശാലിന് എല്ലാ കാര്യവും അറിയാം, എല്ലാ കാര്യവും അറിയാം. എന്നിട്ട് സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള അരുൺ കഴിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നതിന് മുന്നേ അവൻ ചോദിക്കണമായിരുന്നു. അപ്പം മഞ്ചരി പറയാണ് മുത്തു ആ ഒരു ഡിസ്കഷൻ്റെ ഇടയിൽ കൂടി വന്നു. അപ്പോൾ ടോസ്റ്റിൻ്റെ കേസ് അവിടെ വന്നപ്പോൾ ഞാനത് ചോദിച്ചു. അപ്പൊ തർഷിക സാർ അത് ഒരാൾക്ക് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണം. സാജന 4 ബ്രെഡ് കൊണ്ടുവന്നു, അപ്പൊ അത് ടോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സൗന്ദര്യം കൂട്ടി വിളിച്ചോണ്ട് വാ, സൗന്ദര്യം ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, സൗന്ദര്യം ചെയ്തു വരും എന്ന് പറഞ്ഞു. അപ്പൊ സൗന്ദര്യം വന്നു. അപ്പൊ സൗന്ദര്യം ഫ്രീ ആണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് സൗന്ദര്യ സർജന്റ് കൂടിയാണ്. അപ്പോഴത്തേക്കും ജാക്ലിൻ സാർ സൗന്ദര്യ കിച്ചൺ ടീമിലുള്ളതാണെന്ന് നമ്മളെ അറിയുന്ന ലാസ്റ്റ് ഡേ ആണ്, സൗന്ദര്യം പോലും അങ്ങനെയാണ് അറിഞ്ഞപ്പോൾ സൗന്ദര്യം ഇല്ല, എനിക്കത് നേരത്തെ കൂട്ടി തന്നെ അറിയാമായിരുന്നു എന്ന് സൗന്ദര്യം പറയണം. അപ്പോൾ വിജയ് സേതുപതി അല്ല നിങ്ങൾ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ജാക്ലിൻ ഈ സൗന്ദര്യം ഇപ്പോൾ ജോലിക്ക് വന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു, ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ജാക്ലിൻ നിങ്ങൾ ഈ കേസ് മിണ്ടാതിരുന്നത്, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആരെങ്കിലും ആണ് ഈ പണി ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പ്രതികരിച്ചേനല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മഞ്ചരി ഈ ഇഷ്യൂ തീരുന്നില്ല, എവിടേക്കോ ചുറ്റി എനിക്ക് അതാണ് ഹോസ്റ്റിൽ നിന്ന് ഭയങ്കര ദേഷ്യം വന്നത്. എനിക്ക് ഹോസ്റ്റിന്റെ കേസിൽ എവിടേക്കോ ചുറ്റി പോകുന്നു. എവിടെയാണിത് തുടങ്ങിയത്? ദീപക് മഞ്ചരി ഇഷ്യൂ തുടങ്ങിയാണ് ചുറ്റി. ഇപ്പൊ ജാക്ലിൻ സൗന്ദര്യ ഇഷ്യൂലും അത് നിൽക്കുന്നു. അപ്പൊ മഞ്ചരി പറയുന്നു ഞാൻ ചോദിച്ചപ്പം ഇവര് ഈ അരുൺ പറയുന്നു എന്നെ അങ്ങനെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാനല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറയണ ഒന്നുമേ അരുൺ കേൾക്കാൻ നിന്നില്ല. അപ്പൊ അരുൺ സാർ മഞ്ചരി ആദ്യം ഇവിടെ വന്നിട്ട് ടോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. നേരെ പോയി മുത്തുവിൻ്റെ പറഞ്ഞു. അപ്പോൾ മുത്തു എന്ത് ചെയ്തു, സാജനെ ഇളക്കി വിട്ട് 4 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ കൊടുത്തു വിട്ടു. അപ്പോൾ സാജനെ ടോസ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മഞ്ചരി വീണ്ടും അങ്ങോട്ട് വന്നത്. അപ്പോൾ ബ്രെഡ് തരുന്ന കാര്യം അപ്പം ഇപ്പോൾ എല്ലാവർക്കും ബ്രെഡ് കൊടുത്തതാണോ അപ്പോൾ രണ്ടാമത് ടോസ്റ്റ് ചെയ്യാൻ വന്ന് ഇഷ്യൂ ആയതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബ്രെഡ് തരുന്ന വലിയ കാര്യമാണോ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ എൻ്റെ പൊന്ന് മഞ്ചരി മാഡം എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, ഞാൻ എൻ്റെ ടീംമേറ്റ്സിനോടാണ് സംസാരിക്കുന്നത്, എനിക്കൊന്നുമേ പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കെഞ്ചി ചോദിച്ചതാണ്.
അപ്പോൾ വിജയ് സേതുപതി മഞ്ജരി നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോൾ മഞ്ജരി പറയണം ഞാനായിരുന്നെങ്കിൽ എന്ത് തെറ്റ്, ഇപ്പം അരുൺ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് തെറ്റാണ് അവരോട് നിങ്ങൾ പറയുന്നത്, അപ്പം അങ്ങനെ പറയരുത് എന്നേ ഞാൻ പറയുള്ളായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച വെച്ച പ്രോബ്ലം വെച്ചാണ് അരുൺ എൻ്റെ അടുത്ത് സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നിയതെന്ന് പറയണം. അത് മഞ്ജരി പറഞ്ഞ് കറക്റ്റാണ്. ഇപ്പം മഞ്ജരി ആയാലും അരുൺ ആയാലും രണ്ടുപേരും കഴിഞ്ഞ ആഴ്ച ഇവർക്കിടയിൽ നടന്ന ചകടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചത്. അപ്പം സത്യ സാർ മഞ്ജരി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. അപ്പൊ ആനന്ദി കൈ കൂപ്പി നിന്ന് അരുൺ ഡിഫെൻഡ് ചെയ്തത് ഒട്ടും ശരിയായില്ല. വിജയ് സേതുപതി അരുണിന്റെ ഇന്റൻഷൻ ശരിയായിരുന്നു തെറ്റായിരുന്നു അരുൺ തന്നെ പറയട്ടെ. അപ്പൊ മഞ്ജരി പറയാണ് സാർ അന്ന് റിയയുടെ കേസ് റിയ ഇങ്ങനെ കാണിച്ചപ്പം അരുൺ അത് ഫീൽ ആയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിപ്പം അരുൺ ഇങ്ങനെ കാണിച്ചപ്പോൾ ഫീൽ ആയതിൽ തെറ്റുണ്ടോ? അപ്പൊ അരുൺ സാർ എന്റെ പ്രൊഫഷൻ സത്യമായിട്ട് ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇത്, എന്റെ പൊന്ന് മഞ്ജരി ദയവ് കരുതി ഉപദ്രവിക്കരുത് എന്നുള്ളൊരു അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തിനാണ് മഞ്ജരി അടുത്ത് നിങ്ങൾ പൂ കട്ട് ചെയ്തത് അത് പറയൂ. മഞ്ജരി പറഞ്ഞു അത് ക്യാപ്റ്റൻ അല്ല, ഇടയ്ക്കിടയ്ക്ക് ദീപക്കാട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ദീപക് പറയണം മുൻപേ അരുണും മഞ്ജരിയുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള കത്തലാണ് അവിടെ നടന്നത്. അപ്പോൾ വിജയ് സേതുപതി മഞ്ജരി അപ്പം നിങ്ങളും ശിവയായിട്ടുള്ള ഇഷ്യൂവിൽ അവിടെ നടന്നപ്പം അത് ശിവയ്ക്ക് ഫീൽ ആയ കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലെടുക്കാൻ പറ്റുന്നില്ല? സാചന ഇവിടെ ആരുടെയും എന്നിട്ട് അടുത്ത് വീണ്ടും സാധനയായിട്ട് മഞ്ജരിക്കുള്ളതൊക്കെ കൊടുത്ത് ഒരുവിധം അവിടെ ഇരുത്തുന്നു. അപ്പോൾ തെറ്റ് മനസ്സിലായല്ലോ ഇരിക്കെ. സാധന ഇവിടെ ആരുടെയും വാക്ക് കേൾക്കാതെ പൂ പറിച്ചത് തെറ്റാണ്. ഇനിയെങ്കിലും സാധന ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കി പറഞ്ഞുകൊണ്ട് സാധനയ്ക്ക് അടുത്ത് ഒരു പാരഗ്രാഫ് നിറച്ച് സാജനയെ വഴക്ക് പറയുന്നു, കൊടുക്കുന്നു, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് സാജനയെ ഇരുത്തുന്നു. ദീപകിന്റെ ക്യാപ്റ്റൻസി സൂപ്പറായിരുന്നു, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിജയ് സേതുപതി നാളെ ബാക്കി കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. അതോ ഞാൻ പറഞ്ഞു ഇന്ന് ഈ പറഞ്ഞ എന്താണോ ഒരാഴ്ച വീട്ടിൽ നടന്നത് ആ കാര്യം ഒന്നും കൂടി ഇരുന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വീക്ക് ഇപ്പം ഡേ 50 മുതൽ 55 വരെ 50 മുതൽ 54 വരെ 5 ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ എന്താണ് നടന്നതെന്ന് കാണണമെങ്കിൽ ഇന്നത്തെ വീക്കെൻഡ് കണ്ടാൽ മതി. കാരണം കഥ പറച്ചിലാണ്, വേറെ ഒന്നുമേ അവിടെ നടക്കുന്നില്ല. വിജയ് സേതുപതി പോയി കഴിയുമ്പോഴത്തേക്കും ജാക്ലിൻ റയാൻ്റെ പറയാണ് ചില കാര്യങ്ങൾ ശരിയും തെറ്റും ഹോസ്റ്റ് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരും, ഇത് നമ്മളെ റൈറ്റ് പ്ലേസ് ആണ് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പം ദീപക് സാജന എടുത്ത് പറഞ്ഞു അടുത്ത ആഴ്ച നീ ക്യാപ്റ്റൻ ആയാലും ജെഫ്രി ക്യാപ്റ്റൻ ആയാലും എനിക്ക് നിങ്ങളുടെ ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന് എനിക്ക് കൂടുതൽ കാര്യം പറയാൻ വയ്യ, കാരണം ഞാൻ എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും തുമ്മും, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഡൗൺ വീക്കെൻഡായിട്ടാണ് തോന്നിയത്. കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര ഓക്കെ, പക്ഷേ വിജയ് സേതുപതി എന്താണേ കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. ശിവയാണ് എവിക്റ്റഡ്, സിംഗിൾ എവിക്ഷൻ ആണ്, വേറെ ആരും എവിക്റ്റഡ് ആയിട്ടില്ല. അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.